നമ്മൾ ആരോഗ്യമെന്ന് കേൾക്കുമ്പോൾ ആദ്യം എന്താണ് ഓർക്കുക? ശരീരത്തിൻ്റെ ആരോഗ്യം. രോഗമില്ലാത്ത ശരീരം, നല്ല ബ്ലഡ് റിപ്പോർട്ട്, സുഖമായി നടക്കാൻ പറ്റുന്നത്, വേദനയില്ലാത്ത ജീവിതം. പക്ഷെ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? ശരീരം നന്നായിട്ടും പലർക്കും സമാധാനമില്ല. എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും സന്തോഷമില്ല. ചുറ്റും ആളുകൾ നിറച്ചുണ്ടായിട്ടും ഉള്ളിലൊരു ശൂന്യത. എന്തുകൊണ്ട്? കാരണം യഥാർത്ഥ ആരോഗ്യത്തിൻ്റെ കേന്ദ്രം ശരീരം മാത്രമല്ല, മനസ്സുമാണ്. ഒരാളുടെ മനസ്സ് തകരുമ്പോൾ ജീവിതം പതുക്കെ ഭാരമായി തോന്നും. ഒന്നിലും താല്പര്യം ഉണ്ടാവില്ല. ചെറിയ കാര്യങ്ങൾ പോലും വലുതായി ബാധിക്കും. അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നത് ഒരു ആഡംബരമല്ല, അത്യാവശ്യമാണ്. മനസ്സ് ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? എപ്പോഴും ചിരിക്കണമെന്നല്ല, ഒരിക്കലും കരയരുതെന്നുമല്ല, പ്രശ്നങ്ങൾ വരരുതെന്നുമില്ല. പക്ഷേ എന്ത് സംഭവിച്ചാലും അതിനെ കൈകാര്യം ചെയ്യുവാൻ ഉള്ളിൽ ഒരു സ്ഥിരതയുണ്ടാവണം. പൊട്ടിത്തെറിക്കാതെ നിൽക്കാൻ കഴിയണം. വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ കഴിയണം. സ്വയം തള്ളിക്കളയാതെ സ്വയം ചേർത്ത് പിടിക്കുവാൻ അവനവനാവണം. അതാണ് മനസ്സിൻ്റെ ആരോഗ്യം. ഇവിടെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ട്യൂണിങ്ങിൻ്റെ പ്രാധാന്യം. നന്ദി പറയുക എന്നത് വെറും ഒരു നല്ല ശീലം മാത്രമല്ല, അത് മനസ്സിനെ പുനഃക്രമീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ എന്നും കിട്ടാത്തതിന് മാത്രം ശ്രദ്ധ കൊടുത്താൽ മനസ്സ് കുറവിൻ്റെ ലോകത്താണ് ജീവിക്കുക. എനിക്ക് അതില്ല, ഇതില്ല, എൻ്റെ ഇന്ന കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി, ഇവളെന്നെ മനസ്സിലാക്കുന്നില്ല, ഇവനെന്നെ വഴക്കു പറഞ്ഞു, തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ. എൻ്റെ ജീവിതം ഇത്രയും നാൾ കഷ്ടമായിപ്പോയി എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനസ്സ് പതുക്കെ ക്ഷീണിക്കാൻ തുടങ്ങും. പക്ഷേ നന്ദി പറയുന്ന മനസ്സ് എന്താണ് ചെയ്യുന്നത്? അത് ജീവിതത്തിൽ എപ്പോഴും ബാക്കിയുള്ള വെളിച്ചം കാണാൻ പ്രാപ്തമാക്കും നമ്മളെ. ഞാൻ ഇന്നും ശ്വസിക്കുന്നു, എനിക്കിന്നും ചിന്തിക്കാൻ കഴിയുന്നു, എന്നെ സ്നേഹിച്ച ചില ഓർമ്മകൾ ഇന്നുമുണ്ട്, ഞാൻ പഠിച്ച പാഠങ്ങൾ ഇന്നും എൻ്റെ ഉള്ളിലുണ്ട്, എനിക്കിന്നും മാറാൻ കഴിയും. ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ട്യൂണിങ്. ഇത് പ്രശ്നങ്ങളെ ഇല്ലാതാക്കലല്ല, പക്ഷേ പ്രശ്നങ്ങൾക്കിടയിലും മനസ്സ് തകരാതെ നിൽക്കാൻ ശക്തി പകരലാണ്. ഒരുപാട് ആളുകൾ ശരീരത്തിന് വൈറ്റമിൻ കൊടുക്കും, പക്ഷേ മനസ്സിനെന്താണ് നിത്യേന കൊടുക്കുന്നത്? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സിന് നിത്യേന കൊടുക്കുന്നത് എന്താണ്? അങ്ങനെ നിത്യേന കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ്. കമ്പാരിസൺ, ഫിയർ, ഓവർ തിങ്കിങ്, ഗിൽറ്റ്, പാസ്റ്റ് പെയിൻ, അൺഹീൽഡ് മെമ്മറീസ്, ഇവയെല്ലാം പലരുടെയും മനസ്സിനെ ദിവസവും വേദനിപ്പിക്കുന്നത് കാണാറില്ലേ? നിങ്ങൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നിങ്ങളെ ഇപ്പോൾ വേദനിപ്പിക്കുന്ന പ്രശ്നം എന്താണ്? ഫിയർ ആണോ? ഓവർ തിങ്കിങ് ആണോ? ടെൻഷനാണോ? ഗിൽറ്റാണോ? പാസ്റ്റ് പെയിൻ ആണോ? അൺഹീൽഡ് മെമ്മറീസ് ആണോ? നിങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളൂ. നമുക്ക് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ ശക്തി. അപ്പോൾ മനസ്സ് എങ്ങനെ ആരോഗ്യമായി ഇരിക്കണം? അതുകൊണ്ട് മനസ്സിന് നല്ല ഭക്ഷണം കൊടുക്കണം. മനസ്സിൻ്റെ ഭക്ഷണം എന്തൊക്കെയാണ്? നല്ല വാക്കുകൾ, നല്ല വായന, നല്ല ചിന്തകൾ, നല്ല കാഴ്ചകൾ, നന്ദി, പ്രതീക്ഷ, ഉള്ളിലെ ശാന്തി, സ്വയം അംഗീകരിക്കൽ, ഇവയാണ് മനസ്സിൻ്റെ പോഷണം. അപ്രീസിയേഷൻ, സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുക. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ട്യൂണിങ്ങിനെ മനസ്സിനൊരു ഔഷധം പോലെയാണ് കാണാറുള്ളത്. കാരണം അത് ചിന്തയെ മെല്ലെ മെല്ലെ മാറ്റും. സ്വന്തം അനുഭവങ്ങൾ കൊണ്ടാണ് ഞാൻ ഇത്തരം വീഡിയോകൾ ചെയ്യുന്നതും നിങ്ങളോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നതും. അകത്തെ ശബ്ദത്തെ സൗമ്യമാക്കണം. അകത്തെ ശബ്ദത്തെ സ്വയം കാണണം, കേൾക്കണം, അനുഭവിക്കണം. ജീവിതത്തെ ശാപമായി അല്ല, അനുഗ്രഹമായി കാണാൻ പഠിപ്പിക്കുകയാണ് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ട്യൂണിങ്. ഇന്നും ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന സത്യം ഒരു വരദാനമാണെന്ന് മനസ്സിലാക്കാൻ അത് സഹായിക്കും. മനസ്സ് സുഖമായാൽ എന്താണ് സംഭവിക്കുക? വാക്കുകൾ സുഖമാകും, ബന്ധങ്ങൾ സുഖമാകും, വീട്ടിലെ അന്തരീക്ഷം സുഖമാകും. ഒരമ്മയുടെ മനസ്സ് ശാന്തമായാലോ അതിൻ്റെ സ്പർശം ആ വീട്ടിലാകെ പടരും. ഒരച്ഛൻ്റെ മനസ്സ് സ്ഥിരതയോടെ നിന്നാലോ അതിൻ്റെ സുരക്ഷ കുട്ടികൾ അനുഭവിക്കും, പങ്കാളി അനുഭവിക്കും, കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളും അനുഭവിക്കും. ഒരു കുട്ടിയുടെ മനസ്സ് കേൾക്കപ്പെടുമ്പോൾ അവൻ്റെ ഭാവി മാറും. അതായത് മനസ്സിൻ്റെ ആരോഗ്യം വ്യക്തിപരമായ ഒരു കാര്യമല്ല, ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണ്. അതുകൊണ്ട്
ഇന്ന് ചെറിയൊരു തീരുമാനമെടുക്കാം. ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ മനസ്സിൻ്റെയും ആരോഗ്യം നമുക്ക് കാത്തു സൂക്ഷിക്കാം. ഓരോ ദിവസവും കുറച്ച് സമയം നമുക്ക് സ്വന്തം മനസ്സിന് വേണ്ടി ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മാറ്റിവെക്കാം. ഇന്ന് ഞാൻ എൻ്റെ മനസ്സിനെ നല്ല വാക്കുകളാൽ സന്തോഷിപ്പിക്കാമെന്ന് ഇന്ന് പറഞ്ഞു നോക്കൂ. അതിന് വേണ്ടതൊന്ന് ചെയ്തു നോക്കൂ. കാരണം ആരോഗ്യമെന്നത് രോഗമില്ലായ്മ മാത്രമല്ല, ശാന്തിയോടെ ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ്. ശരീരം ജീവനെ താങ്ങും, പക്ഷേ മനസ്സാണ് ജീവിതത്തെ അനുഭവിക്കുവാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് എന്നും ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ട്യൂണിങ്ങിൽ എൻ്റെ മനസ്സിന് നന്ദി, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ പഠിക്കുക. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. ഇറ്റ്സ് മീ സുധാചന്ദ്രൻ, ലിറ്റ്യൂഡ് മോട്ടിവേഷൻ.